Hey guys, welcome back to another video of SR Vlogs. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഐ ആം എ +1 കൊമേഴ്സ് സ്റ്റുഡൻറ്റ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തെത്തി എന്നല്ല, ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞിരോ, ഇതുവരെയായിട്ട് ഒന്നും പഠിച്ച് തീർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം അവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിസംബർ 1 ആയി, ഒരു പുതിയ മാസമാണ്. നമുക്കൊരു പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ അത് ജാനുവരി 1 ആവണം, ഒരു പുതിയ കൊല്ലാവണമെന്നൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പോൾ നന്നാവണമെന്ന് എപ്പോൾ തോന്നുന്നോ അപ്പം അങ്ങ് നന്നായിക്കോളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഡിസംബർ 1 അപ്പോൾ സമയമുണ്ട്, നമുക്ക് നല്ലപോലെ പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇന്ന് ഡിസംബർ 1 തൊട്ട് ഒരു 10 ദിവസം അങ്ങ് കഷ്ടിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഒരു ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ ചാലഞ്ചിലത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഫോളോ ചെയ്ത അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. സോ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ അതായത് ഒരു ബേസിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ എന്നോ അല്ലെങ്കിൽ സ്റ്റഡി ചാലഞ്ച് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു 10 days സ്റ്റഡി ചാലഞ്ച് ആണ്. കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചാലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അടിപൊളി ചാലഞ്ച് പോലെ തന്നെ ആയിരിക്കണമല്ലോ, അല്ലാതെ തട്ടിമുട്ടി പോയിട്ട് കാര്യമില്ലല്ലോ. ഇതുകൊണ്ട് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫക്റ്റീവായിട്ട് തന്നെ ചാലഞ്ച് ഏറ്റെടുക്കണം, നല്ല ആക്സെപ്റ്റ് ചെയ്ത് നല്ലപോലെ എഫേർട്ട് ഇട്ട് പണിയെടുക്കണം. അതാണ് സംഭവം. പിന്നെ ഇതുവരെയായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ ഇനി എങ്ങനെ ശരിയാക്കുക എന്നുള്ള ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ സെയിം അവസ്ഥയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ കയ്യിൽ സമയമുണ്ട്, എല്ലാം നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഈ ഒരു ചാലഞ്ച് എന്ന് പറയുമ്പം ഞാൻ എജുപോർട്ടിൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറച്ച് സ്റ്റഡി പ്ലാനിൽ കുറേ പോയിന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതിലവർ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഫോറസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 10th പഠിക്കുമ്പോൾ ഒന്ന് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു തിരിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഫോറസ്റ്റ് ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 10 ദിവസമേ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. അതായത് 10 ദിവസത്തെ ചാലഞ്ചാണ് ഈ ഒരു ചാലഞ്ച്. ഈ ഒരു 10 ദിവസത്തിൽ നമ്മൾ നമ്മുടെ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ്, പിന്നെ ലാംഗ്വേജ് സബ്ജക്റ്റും പിന്നെ എന്താണുള്ളത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പം ഈ 6 സബ്ജക്റ്റും തീർത്തിരിക്കണം. ഈ ഒരു 10 days നമ്മുടെ പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിരിക്കണം. പിന്നെ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ, വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ എന്താ ഈ ഒരു 10 ദിവസത്തേക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ഒക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റുട്ടീനും കാര്യങ്ങളൊക്കെ സെറ്റ് ആകുമ്പോൾ ഈ ഒരു ജീവിതത്തോടങ്ങ് അടിപൊളിയായിട്ട് പോയിക്കോളും. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സോൾവ് ചെയ്ത് ജീവിതം പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിസി ആയിട്ടിരിക്കുക ജീവിതത്തിൽ. അതാണ് സംഭവം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ ബിസി ആയിട്ടിരുന്നാൽ തന്നെ പാതി പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അതായത് നമുക്കൊന്നിനും നേരമില്ല, ചിന്തിക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല, ഓവർ തിങ്കിങ് ചെയ്യാൻ പോലും നേരമില്ല. സോ ബിസി ആയിട്ടിരിക്കുക. അപ്പോൾ കുറേ എഫേർട്ടൊക്കെ ഇടുക, ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുക. സത്യം പറഞ്ഞാൽ പഠിത്തത്തിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. സോ നെക്സ്റ്റ് അതാണ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. അതായത് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ദിവസം നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാതിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. പിന്നെ എന്താണ്, കട്ട് ഡൗൺ എൻ്റർടൈൻമെൻറ്റ് ബൈ 90%. ഒരു 90% നമ്മൾ എന്ത് ചെയ്യുക. അതായത് ഇപ്പോൾ പഠിക്കണം, പക്ഷെ സമയമില്ല. നമ്മൾ ആക്ച്വലി സമയമില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസസ് അല്ലേ, അല്ലാണ്ട് ശരിക്കും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ സിലബസ് ഹാർഡായിട്ടല്ല, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ടാണ് എന്നുള്ള ബോധം നമുക്ക് തന്നെ ആദ്യം വേണം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ക്രോൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ആരും പഠിക്കേണ്ട, നമ്മളെല്ലാം ഒരുപോലെയാണ്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ ഫസ്റ്റ് കട്ട് ഡൗൺ എൻ്റർടൈൻമെൻറ്റ് ബൈ 90%. അപ്പോൾ നമ്മളെന്താണ് ഒരു 90% എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ തൽക്കാലമായിട്ട് 10 ദിവസമല്ലേ സഹിക്കുക, അങ്ങ് കുറക്കുക. ബാക്കി 10%, അതായത് ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഒന്നും കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല, ഇടയ്ക്കിടെ വീഡിയോസൊക്കെ കാണാം. അതൊരു 10 minute അങ്ങനെയൊക്കെ കാണാം. ഇടയ്ക്കൊക്കെ റെസ്റ്റൊക്കെ എടുക്കണം. പിന്നെ 7 to 8 hours എന്തായാലും കിടന്ന് ഉറങ്ങണം. അതായത് ഒരു 7 മണിക്കൂർ മതി, 8 മണിക്കൂറൊന്നും വേണ്ട, 7 മണിക്കൂർ എന്തായാലും കിടന്ന് ഉറങ്ങണം. കാരണം സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ഫുള്ള് എന്താണ് താളം തെറ്റിയ പോലെയാവും. ഉറങ്ങാണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നല്ലപോലെ ഉറക്കമൊക്കെ വേണം. അതാണ് നെക്സ്റ്റ്. പിന്നെ നെക്സ്റ്റ് ഒരു ഫോർമുല ഓർ പോയിന്റ് ബുക്ക്. അതായത് ഇപ്പോൾ അക്കൗണ്ടൻസിയിലാണെങ്കിലും എക്കണോമിക്സിലാണെങ്കിലും നമുക്ക് കുറേ ഇക്വേഷൻസ് തരുന്നുണ്ട്. എക്കണോമിക്സിലാണ് കൂടുതലായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം തിരിയണമെന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ വേഗം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. സോ അതുകൊണ്ട് ഒരു ഫോർമുല ഓർ പോയിന്റ് ബുക്ക് വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഫുള്ള് മടി പിടിച്ച് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡോ മോട്ടിവേഷനോ ഒന്നും ഇല്ലാതിരിക്കുന്ന കുറേ പേരുണ്ടാവും. ഞാൻ അങ്ങനെ കുറേ ഇരുന്നിട്ടുണ്ട്. സോ ഇനി അങ്ങനെ ഇരിക്കുവാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മൾ ഇപ്പോൾ ഇനി അങ്ങനെ ഇരിക്കാനാണ് തീരുമാനമെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാജിക് ഇല്ലെങ്കിൽ ഒരു
സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. സത്യമായിട്ട് പറയണം, നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. സോ ഇന്ന് തൊട്ട് അങ്ങ് മാറുക, അത്രയേ ഉള്ളൂ. ഒരു 10 ദിവസത്തേക്ക് ഒരു പുതിയ ഞാനായിട്ട് മാറാം. സോ ഇനി എന്ത് നടന്നാലും നമ്മൾ തളരരുത് രാമൻകുട്ടി, തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ തളരാണ്ട് അങ്ങ് പഠിക്കുക, അത്ര തന്നെ. പഠിക്കുമ്പോൾ ചാപ്റ്റേഴ്സ് ഒന്നും ഒരു ഗുണം ഉണ്ടാവില്ല, വെച്ചിട്ട് പോകാൻ തോന്നും, പക്ഷെ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ എക്സാം ഹോളിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. സോ അതാണ് നെക്സ്റ്റ് പോയിന്റ്. പിന്നെ ഡിസംബർ 10 ആകുമ്പോഴേക്കും നമ്മൾ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തീർക്കുക. അത് തീർത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടും. അത് മാത്രം അങ്ങ് ആലോചിക്കുക, എന്നിട്ട് പഠിക്കാം. ഓക്കെ. പിന്നെ 10 to 12 നമുക്ക് റിവിഷനും പഴയ പേപ്പേഴ്സും അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ 100% കോൺഫിഡൻസിൽ നമുക്ക് പോയിട്ട് എക്സാം എഴുതാം. ബാക്കി ലാംഗ്വേജിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെയിലി ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഈ ഒരു ഡിസംബർ 1 നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ ഒരു പ്രോസസ്സ് അങ്ങ് ഇഷ്ടപ്പെട്ട് ചെയ്യാം, അത്ര തന്നെ. ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടുകയെന്ന് അറിയില്ല, എന്നാലും ഞാൻ എന്തായാലും നാളെ തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക, എന്താണ് പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യുക. അതായത് നമ്മളെ കൊണ്ട് പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമേ ഇതുപോലുള്ള കുറേ സ്റ്റഡി റിലേറ്റഡ് കോണ്ടന്റും പിന്നെ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.